മജ്ജിമ നികായ 115 ബഹുധാതുക സൂത്ത. ഈ സൂത്രത്തിൽ പലതരം ധാതുക്കളെക്കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കണം, അതിനെയാണ് ധാതു എന്ന് പറയുക. പലതരം ധാതുക്കളുണ്ട്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഒരു ധാതു എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ ധാതു എന്ന് പറയാം. അതുകൂടാതെ നമ്മുടെ ഈ ശരീരം അത് മുഴുവൻ ധാതുക്കളെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. പൃഥ്വിധാതു അല്ലെങ്കിൽ ഭൂമിധാതു, ജലധാതു, വായുധാതു, അതേപോലെ തന്നെ മനസ്സിലുള്ള കാര്യങ്ങളും ധാതു തന്നെയാണ്. വിജ്ഞാനം അതൊരു ധാതുവാണ്, നിർവ്വാണം ഒരു ധാതുവാണ്. അങ്ങനെ എല്ലാം ഒരു ധാതുവാണ്. അത്യന്തികമായിട്ട് സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അതൊരു ധാതുവാണ്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, ഏതൊരു ഭയം വരികയാണെങ്കിലും ആ ഭയങ്ങൾ മുഴുവൻ വരുന്നത് ബാലന്മാരിൽ നിന്നാണ്, അല്ലെങ്കിൽ മൂർഖന്മാരിൽ നിന്നാണ്, വിവേകമില്ലാത്തവരിൽ നിന്നാണ്, പണ്ഡിതന്മാരിൽ നിന്നല്ല. പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, വിവേകമുള്ളവർ എന്നാണ് അർത്ഥം. ബാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖൻ, വിവരമില്ലാത്തവൻ, വിവരദോഷി, അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം. യാനി കാനീജീപിക്കവേ ഭയാനി ഉപജ്ജന്തി സബ്ബാനി താനി ബാലതോ ഉപജ്ജന്തി ന പണ്ഡിതതോ. ഭിക്ഷുക്കളെ, ഏതൊരു ഉപദ്രവം ഉണ്ടാകുന്നോ അത് മുഴുവൻ മൂർഖന്മാരിൽ നിന്നാണ് ഉണ്ടാകുന്നത്, വിവേകമില്ലാത്തവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പണ്ഡിതന്മാരിൽ നിന്ന് ഒരിക്കലും ഒരു ഉപദ്രവവും ഉണ്ടാകുകയില്ല. ഭിക്ഷുക്കളെ, ഏതൊരു അപകടം ഉണ്ടാകുന്നുവോ അത് മുഴുവൻ വിവേകമില്ലാത്തവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്, പണ്ഡിതന്മാരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുന്നില്ല. അത് ഒരു അഗ്നിയെ പോലെയാണ്. പുല്ലും അതേപോലെ തന്നെ ചുള്ളിക്കമ്പുകളും കൊണ്ട് മേഞ്ഞ ഒരു കുടിലിൽ അഗ്നി കത്തുന്ന സമയത്ത് അത് വലിയ കെട്ടിടങ്ങളെ പോലും ഭസ്മമാക്കുന്നു. ആ കെട്ടിടത്തിൽ വായു പ്രവേശിക്കില്ല. അതേപോലെ തന്നെ കെട്ടിടത്തിൻ്റെ വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ആ കെട്ടിടം നല്ല പോലെ സുരക്ഷിതമാണ്. അതിൻ്റെ ജനലുകൾ എല്ലാം അടഞ്ഞു കിടക്കുന്നു. എങ്കിൽ കൂടി ആ കെട്ടിടത്തെ ഈ അഗ്നി ഭസ്മമാക്കുന്നു. അതുപോലെ തന്നെയാണ് ഭിക്ഷുക്കളെ, എന്തെല്ലാം ഭയമുണ്ടോ അതെല്ലാം വരുന്നത് വിവേകമില്ലാത്തവരിൽ നിന്നാണ്, പണ്ഡിതന്മാരിൽ നിന്നല്ല. എന്തെല്ലാം ഉപദ്രവം ഉണ്ടാകുന്നുവോ അതെല്ലാം വിവേകമില്ലാത്തവരിൽ നിന്നാണ്, പണ്ഡിതന്മാരിൽ നിന്നല്ല. എന്തെല്ലാം അപകടം ഉണ്ടാകുന്നുവോ അതെല്ലാം വിവേകമില്ലാത്തവരിൽ നിന്നാണ്, പണ്ഡിതന്മാരിൽ നിന്ന് അല്ല. അതിനാൽ ഭിക്ഷുക്കളെ, വിവേകമില്ലാത്തവർ അപകടകാരികളാണ്, പക്ഷേ പണ്ഡിതന്മാർ എന്നും നല്ലവരാണ്, സുരക്ഷിതരാണ്. ഇത് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ, കൈക്കൂലിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ അഴിമതിയാണെങ്കിലും ശരി, പ്രാണികളെ എങ്ങും കൊല്ലുന്നവരായാലും ശരി, എല്ലാം നടത്തുന്നത് വിവേകമില്ലാത്തവരാണ്, ധർമ്മത്തെപ്പറ്റി യാതൊരുവിധ ബോധവുമില്ലാത്തവരാണ്. അതിനാൽ ഈ ലോകത്ത് എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുവോ അത് ഈ വിവേകമില്ലാത്തവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിവേകമുള്ളവരിൽ നിന്ന് ഒരിക്കലും യാതൊരുവിധ ഉപദ്രവവും ഉണ്ടാകുന്നില്ല. നല്ലവരായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് ആർക്കും ഒരു തരത്തിലുള്ള ഉപദ്രവവും ഒരിക്കലും ഉണ്ടാകുകയില്ല. വിവേകം ഇല്ലാത്തവർ ഉപദ്രവകാരികളാണ്, പക്ഷേ പണ്ഡിതന്മാർ ഉപദ്രവം ഇല്ലാത്തവരാണ്. വിവേകമില്ലാത്തവർ ഭയം ഉണ്ടാക്കുന്നവരാണ്, പക്ഷേ പണ്ഡിതന്മാർ ഒരിക്കലും ഭയം ഉണ്ടാക്കുന്നില്ല. വിവേകമില്ലാത്തവർ എപ്പോഴും അപകടമുണ്ടാക്കുന്നു, പക്ഷേ പണ്ഡിതന്മാർ ഒരു തരത്തിലുള്ള അപകടവും നമ്മൾക്ക് ഉണ്ടാക്കുന്നില്ല. അതിനാൽ ഭിക്ഷുക്കളെ, പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് യാതൊരുവിധ ഭയമോ ഉപദ്രവമോ അപകടമോ ഒന്നും തന്നെ അവരിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം: ഞങ്ങൾ പണ്ഡിതന്മാരായിട്ട് തീരും, ഞങ്ങൾ അന്വേഷകരായിട്ട് തീരും. പണ്ഡിത ഭവിസാമി വിമംസകാദി. പണ്ഡിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അല്ലാതെ ഇന്നത്തെ പോലെ പുസ്തകം വായിക്കുന്ന വ്യക്തിയല്ല പണ്ഡിതൻ എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്ന ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെയാണ് ആ കാലത്ത് പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. വിമാംസക എന്ന് പറയുന്ന സമയത്ത് അന്വേഷിക്കുന്നവൻ, അതായത് പ്രജ്ഞയാൽ അന്വേഷിക്കുന്നവൻ, അവരെയാണ് മീമാംസക എന്ന് പറയുന്നത്.
അതായത് ധ്യാനത്തിലൂടെ സത്യത്തെ അന്വേഷിക്കുന്നവരെയാണ് മീമാംസകർ എന്ന് പറയുന്നത്. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ പണ്ഡിതരായിട്ട് തീരണം, അതേപോലെ തന്നെ അന്വേഷിക്കുന്നവരായിട്ട് മീമാംസകരായിട്ട് തീരണം. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ഒരു ഭിക്ഷുവിനെ പണ്ഡിതൻ അല്ലെങ്കിൽ മീമാംസകോ എന്ന് വിളിക്കണമെങ്കിൽ എന്ത് യോഗ്യതയാണ് ആ ഭിക്ഷുവിന് ഉണ്ടാകേണ്ടത്? യതോ ഖോ ആനന്ദ ഭിക്ഷു ധാതുകുശലോ ച ഹോതി ആയതനകുശലോ ച ഹോതി പഠിച്ച സമുത്പാദ കുശലോ ച ഹോതി ഠാനഠാന കുശലോ ച ഹോതി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആനന്ദ, ഒരു ഭിക്ഷു ധാതുവിൽ കുശലനായിട്ട് തീരണം. ധാതു എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കണങ്ങൾ, അതിൽ കുശലനായിട്ട് മാറണം. അതേപോലെ തന്നെ ആയതന കുശലോ, ആയതനം എന്ന് പറയുമ്പോൾ വാതിൽ, നമ്മൾക്ക് 6 വാതിലുകളുണ്ട്, 5 ഇന്ദ്രിയങ്ങളും അതേപോലെ തന്നെ മനസ്സ് എന്ന ഇന്ദ്രിയവും. ഇതിനെയാണ് ഇവിടെ ആയതനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുശലനായിട്ട് തീരണം, അതായത് ഇതിൻ്റെ ധർമ്മങ്ങളെ എല്ലാം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. പഠിച്ച സമുത്പാദ കുശലോ, പഠിച്ച സമുത്പാദം എന്ന് പറയുന്ന ആ 12 കാര്യങ്ങൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അനുഭവത്തിലൂടെ അറിയണം. ഠാന കുശലോ, അതായത് ഏതൊരു കാര്യം സ്ഥാനത്താണോ അസ്ഥാനത്താണോ, അതായത് സംഭവ്യമാണോ അസംഭവ്യമാണോ എന്നുള്ള കാര്യത്തിലും നമ്മൾ കുശലത നേടണം. ഇതെല്ലാം ബുദ്ധിയിലൂടെ നേടേണ്ട കാര്യങ്ങളല്ല, അനുഭവത്തിലൂടെ ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ചെന്ന് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളെയും അറിയുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ പണ്ഡിതൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീമാംസകോ എന്ന് വിളിക്കുന്നത്. അതായത് ധാതുക്കളെ അറിയണം, ആയതനങ്ങളെക്കുറിച്ച് അറിയണം, പഠിച്ച സമുത്പാദത്തെക്കുറിച്ച് അറിയണം, സ്ഥാനം അസ്ഥാനം ഇവയെക്കുറിച്ചിട്ട് അറിയണം. ആനന്ദ, ഇപ്രകാരമാണ് ഒരു ഭിക്ഷു പണ്ഡിതൻ അല്ലെങ്കിൽ അന്വേഷിക്കുന്നവൻ, മീമാംസകോ എന്ന പദത്തിന് അർഹനായിട്ട് തീരുന്നത്. ഇനി ആനന്ദൻ ഭഗവാനോട് ഈ ഓരോന്നിനെ പറ്റിയും വിശദമായിട്ട് ചോദിക്കുകയാണ്. ബന്ദേ, ഒരു ഭിക്ഷു ധാതുകുശലോ എന്ന അവസ്ഥ ആ വ്യക്തിക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അതായത് എപ്പോഴാണ് ഒരു ഭിക്ഷു ധാതുക്കളിൽ കുശലനായിട്ട് തീർന്നു എന്ന് പറയാൻ സാധിക്കുക? ധാതു എന്ന് പറയുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വസ്തു എന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആനന്ദ, 18 ധാതുക്കളുണ്ട്. ചക്കുധാതു, രൂപധാതു, ചക്കു വിജ്ഞാനധാതു. അതായത് കണ്ണ് എന്നുള്ളത് ഒരു ധാതുവാണ്, അതിനെയാണ് ചക്ഷുധാതു എന്ന് പറയുന്നത്. ഇനി കണ്ണിൻ്റെ വിഷയം അതാണ് രൂപം, അപ്പോൾ അതിനെ രൂപധാതു എന്ന് പറയുന്നു. കണ്ണും രൂപവുമായിട്ട് സ്പർശമുണ്ടാകുന്ന സമയത്താണ് ചക്കു വിജ്ഞാനധാതു, ചക്ഷുവിജ്ഞാനം ഉൽപ്പന്നമാകുന്നത്. അതായത് കണ്ണ്, രൂപം, അതേപോലെ തന്നെ മനസ്സിൻ്റെ അറ്റൻഷൻ, മനസീകാര, അത് 3 കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ചക്ഷുവിജ്ഞാനധാതു ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇത് 3 ധാതുക്കൾ. അതേപോലെ തന്നെ സ്രോതധാതു, സദ്ധാതു, സ്രോതവിജ്ഞാനധാതു, ചെവി, ശബ്ദം, സ്രോതവിജ്ഞാനം, ഘാണധാതു, ഗന്ധധാതു, ഘാണവിജ്ഞാനധാതു, മൂക്ക്, ഗന്ധം, ഘ്രാണ വിജ്ഞാനധാതു, ജിഹ്വാധാതു, രസധാതു, രസവിജ്ഞാനധാതു, നാവ്, രസം, ജിഹ്വാവിജ്ഞാനം, കായധാതു, ഫോഡബ്ബധാതു, കായവിജ്ഞാനധാതു, ശരീരം എന്ന ധാതു, അതിൽ സ്പർശിക്കുന്ന ധാതു, അതുമൂലം ഉണ്ടാകുന്ന കായവിജ്ഞാനധാതു, മനോധാതു, ധമ്മധാതു, മനോവിജ്ഞാനധാതു. മനസ്സ് ഒരു ധാതുവാണ്, അതിലുണ്ടാകുന്ന ധർമ്മം അത് ഒരു ധാതുവാണ്. ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ മനോവിജ്ഞാനധാതു ഉണ്ടാകുന്നു. ഇമാ ഖോ ആനന്ദ 18 ധാതുയോ യതോ ജാനാതി പസ്സതി. आनंद, ये 18 धातु को जो भी भिक्षु यथाबोध ज्ञान अनुभव करता है और देखता है पश्सदी, उन लोगों को धातु कुशलो भिक्षु ऐसा हम बोल सकता है। यहाँ पर एक बात हमको जानना है, यह सिर्फ बुद्धि से जानने से कोई काम नहीं बनेगा, तो इसलिए बोलता है जान तो अपने अनुभव से जानना है और पश्सदी अपनी ज्ञान चक्षु से उसको देखना है। जब हम ध्यान करते हैं तो अपनी जो अंदर की सूक्ष्म सत्य अपने सामने आ जाता है, सब वाइब्रेशन बन जाता है, अष्टकलाप ऐसा दिखने लगता है, तब हम धातुओं को भी देख पाएंगे।
तो इसको ये पढ़ करके जो ज्ञान मिलता है उससे कुछ नहीं होता, लेकिन जो अनुभव करके जब ज्ञान होता है उसमें बहुत कुछ अंदर पड़ जाता है. तो यहाँ पे ഭാവനാമയി പ്രജ്ഞ को बोलता है. അപ്പോൾ ആനന്ദൻ ചോദിച്ചു, ബന്ദേ, ഒരു ഭിക്ഷുവിനെ ധാതുകുശലോ എന്ന് വിളിക്കാൻ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഉണ്ട് ആനന്ദ, ഈ 6 ധാതുക്കളുണ്ട്. പദവി ധാതു അല്ലെങ്കിൽ ഭൂമി ധാതു, ആപോ ധാതു അല്ലെങ്കിൽ ജലധാതു, തേജോ ധാതു അല്ലെങ്കിൽ അഗ്നിധാതു, വായോ ധാതു അല്ലെങ്കിൽ വായുധാതു, ആകാശധാതു ആകാശധാതു, വിജ്ഞാനധാതു മനസ്സിൻ്റെ വിജ്ഞാനം എന്ന് പറയുന്ന ആ ധാതു. ആനന്ദ, ഈ 6 धातुक्കളെ ഒരു भिक्षु जानता है, उसको देखता है, उसको धातु कुशलो भिक्षु ऐसा करके बोल सकता है. पहले 18 धातु बोला था, अभी उससे भी छोटा करके 6 धातु बोला, क्योंकि सब कुछ ये जो 6 धातु ही है. അപ്പോൾ ആനന്ദൻ വീണ്ടും ചോദിച്ചു, ബന്ദേ, മറ്റേതെങ്കിലും പ്രകാരത്തിൽ ഒരു ഭിക്ഷുവിനെ ധാതുകുശലോ എന്ന് വിളിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ആനന്ദ, ഈ 6 ധാതുക്കളുണ്ട്. സുഖധാതു, ദുഃഖധാതു. ഇവിടെ ഭഗവാൻ സുഖത്തെയും ദുഃഖങ്ങളെയും വീണ്ടും ധാതു എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോമനസ്സ ധാതു, ദോമനസ്സ ധാതു. മനസ്സിലുണ്ടാകുന്ന നല്ല സന്തോഷം അതിനെ സോമനസം എന്നും, മനസ്സ് ദ്വേഷമുണ്ടാകുന്ന സമയത്ത് അതിനെ ദോർമനസം എന്നും പറയും. അതും ധാതുവാണ്. ഉപേക്ഷ ധാതു അല്ലെങ്കിൽ സമത ഉപേക്ഷ, അതിൻ്റെ ധാതു. അതേപോലെ തന്നെ അവിദ്യാധാതു, അവിദ്യ, ഇതും ഒരു ധാതുവാണ്. ആനന്ദ, ഒരു ഭിക്ഷു ഈ ധാതുക്കളെ കാണുന്ന സമയത്ത്, അറിയുന്ന സമയത്ത് ആ ഭിക്ഷുവിനെ ധാതുകുശല ഭിക്ഷു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആനന്ദൻ വീണ്ടും ചോദിച്ചു, ബന്ദേ, മറ്റേതെങ്കിലും മാർഗത്തിൽ ഒരു ഭിക്ഷുവിനെ ധാതുകുശലൻ എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഭഗവാൻ പറഞ്ഞു, തീർച്ചയായും ആനന്ദ, ഈ 6 ധാതുക്കളുണ്ട്. കാമധാതു, അതായത് ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആ കാമം അല്ലെങ്കിൽ ആഗ്രഹം. നെഖമ്മധാതു, നിഷ്ക്രമണധാതു, അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്നും നമ്മൾ മറുതിരിഞ്ഞു പോകുന്ന ആ ഒരു നിഷ്ക്രമണം എന്ന് പറയുന്ന ഗുണം, അതും ഒരു ധാതുവാണ്. വ്യാപാദ ധാതു അല്ലെങ്കിൽ ദ്വേഷത്തിൻ്റെ ധാതു. അവ്യാപാദ ധാതു, ദ്വേഷമില്ലാത്ത ധാതു, അതായത് മൈത്രി ധാതു. വിഹിംസ ധാതു, ഹിംസാപരമായിട്ടുള്ള ചിന്ത, അത് ഒരു ധാതുവാണ്. അവിഹിംസ ധാതു, ഹിംസയില്ലാത്ത ചിന്ത, അതും ഒരു ധാതുവാണ്. ആനന്ദ, ഒരു ഭിക്ഷു ഈ 6 ധാതുക്കളെ അറിയുന്ന സമയത്ത്, കാണുന്ന സമയത്ത് ആ ഭിക്ഷുവിനെ ധാതുകുശലോ ഭിക്ഷു എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ആനന്ദൻ വീണ്ടും ചോദിച്ചു, ബന്ദേ, മറ്റേതെങ്കിലും പ്രകാരത്തിൽ ഒരു ഭിക്ഷുവിനെ ധാതുകുശലൻ എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഭഗവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ആനന്ദ, ഈ 3 ധാതുക്കളുണ്ട്. കാമധാതു, രൂപധാതു, അരൂപധാതു. അതായത് 3 ലോകത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കാമലോകം എന്ന് പറയുന്ന സമയത്ത് മനുഷ്യലോകവും, അതേപോലെ തന്നെ 6 ദേവലോകവും 4 അധോലോകവും, അതായത് നരകം, പ്രേതം, അസുരൻ, പശുപക്ഷികളുടെ ലോകം, ഇതെല്ലാം അധോലോകമാണ്. ഇതിനെ എല്ലാം കൂടിയിട്ടാണ് കാമധാതു എന്ന് പറയുക. അതിൻ്റെ എല്ലാം സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ, അതിനെയാണ് കാമധാതു എന്ന് പറയുക. രൂപധാതു എന്ന് പറയുമ്പോൾ 16 രൂപബ്രഹ്മലോകത്തിലെ ധാതു, അതിനെയാണ് രൂപധാതു എന്ന് പറയുക. അരൂപധാതു എന്ന് പറയുമ്പോൾ 4 അരൂപ ബ്രഹ്മലോകത്തെ ധാതു, അതിനെയാണ് അരൂപധാതു എന്ന് പറയുക. ഇതിനെ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി, കാണുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ധാതുകുശലോ എന്ന് പറയുന്നത്. അതായത് ഈ ലോകങ്ങൾ എന്ന് പറയുന്നത് ഈ 3 ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ ജീവികളും ഈ 3 ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ അറിഞ്ഞു. അതാണ് ധാതുകുശലോ എന്ന് പറയാൻ കാരണം. അപ്പോൾ ആനന്ദൻ വീണ്ടും ചോദിച്ചു, ബന്ദേ, മറ്റേതെങ്കിലും പ്രകാരത്തിൽ ഒരു ഭിക്ഷുവിനെ ധാതുകുശലൻ എന്ന് വിളിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ആനന്ദ, ഈ 2 ധാതുക്കളുണ്ട്. സംഘാതധാതു, അസംഘാതധാതു. സംഘാതധാതു എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാം ഈ സംസ്കാരത്തിൽ നിന്ന് അനുഭവിക്കുന്നതാണ്. അത് കാമലോകത്തെ സംസ്കാരമായിരിക്കാം, രൂപലോകത്തെ ആയിരിക്കാം, അരൂപലോകത്തെ ആയിരിക്കാം. അപ്പോൾ അനുഭവിക്കുന്നതെല്ലാം ഈ സംഘാര ധാതുവാണ്. ലോകത്തിലെ അനുഭവം മുഴുവൻ ഈ സംഘാത ധാതുവാണ്. എന്നാൽ അസംഘാത ധാതു എന്ന് പറയുമ്പോൾ നിർവ്വാണത്തിൻ്റെ ധാതുവാണ്. അതായത് ലോകത്തിനപ്പുറത്തുള്ള ധാതുവാണ്. അതായത് ഈ ലോകത്തെയും നിർവ്വാണത്തെയും അറിഞ്ഞ വ്യക്തി, ആ വ്യക്തി ധാതുകുശലോ
എന്ന് പറയാം. അതായത് സംസ്കാരമുള്ള അവസ്ഥ, അതേപോലെ തന്നെ സംസ്കാരമില്ലാത്ത അവസ്ഥ, സംസ്കാരമെല്ലാം കഴിഞ്ഞ അവസ്ഥ, ഇത് രണ്ടിനെയും അറിഞ്ഞ വ്യക്തിയെ ധാതുകുശലോ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. ആനന്ദ, ഏതെങ്കിലും ഒരു ഭിക്ഷു ഈ രണ്ട് ധാതുക്കളെ കണ്ടു മനസ്സിലാക്കി എങ്കിൽ ആ ഭിക്ഷുവിനെ ധാതുകുശലോ എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ ധാതുക്കളെക്കുറിച്ചുള്ള കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് ആയതനം, അതായത് വാതിൽ, ഇതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾക്ക് 6 വാതിലുകളുണ്ട്, അതായത് 5 പഞ്ചേന്ദ്രിയങ്ങളും അതേപോലെ തന്നെ മനസ്സ് എന്ന ഇന്ദ്രിയം. ഇതിനെ ഭഗവാൻ ആയതനം അല്ലെങ്കിൽ വാതിൽ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് പുറത്ത് കാര്യങ്ങൾ കാണുന്നതിനുള്ള വാതിലുകളാണ് ഇവ. അതുകൊണ്ടാണ് ഇതിനെ ആയതനം എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അനന്തൻ ചോദിച്ചു, ബന്ദേ, ഒരു ഭിക്ഷുവിനെ ആയതന കുശല എന്ന് വിളിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത എന്താണ്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആനന്ദ, അകത്തും പുറത്തുമായിട്ട് ഈ 6 ആയതനങ്ങളുണ്ട്. അജ്ജത്തിക ബാഹിരാനി ആയതനാനി, ഉള്ളിൽ 6 ആയതനങ്ങൾ, അതേപോലെ തന്നെ പുറത്ത് 6 ആയതനങ്ങൾ. ചക്കു ചേവ രൂപാച്ച, ചക്ഷു അതേപോലെ തന്നെ രൂപം. സ്രോതഞ്ച സദ്ധാച്ച, സ്രോതം അതേപോലെ തന്നെ ശബ്ദം. ഘാണഞ്ച ഗന്ധാച്ച, മൂക്ക് അതേപോലെ തന്നെ ഗന്ധം. ജിഹ്വാച്ച രസാച്ച, നാവ് അതേപോലെ തന്നെ രസം. കായോച്ച ഫോഡഭാച്ച, ശരീരം അതേപോലെ തന്നെ സ്പർശവ്യ പദാർത്ഥം. മനോച്ച ധമ്മാച്ച, മനസ്സ് അതേപോലെ തന്നെ ധർമ്മം. ഇതിൽ ചക്ഷു, മൂക്ക്, നാവ് തുടങ്ങിയവ അകത്തുള്ള ആയതനങ്ങളാണ്. അതേപോലെ തന്നെ രൂപം, ഗന്ധം, രസം തുടങ്ങിയവ പുറത്തുള്ള ആയതനങ്ങളാണ്. ഈ രീതിയിൽ വേണം ഇതിന് മനസ്സിലാക്കാൻ. അപ്പോൾ 6 ഇന്ദ്രിയങ്ങൾ അകത്തുള്ളതും അതിൻ്റെ വിഷയങ്ങളായിട്ടുള്ള 6 കാര്യങ്ങൾ പുറത്തുള്ളതും. ആനന്ദ, ഒരു ഭിക്ഷു ഈ അകത്തും പുറത്തുമുള്ള 6 ആയതനങ്ങളെ ശരിയായിട്ട് അറിയുകയാണ്, കാണുകയാണ് എങ്കിൽ ആ ഭിക്ഷുവിനെ ആയതന കുശലോ ഭിക്ഷു എന്ന് വിളിക്കാം. അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വായിച്ചിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് സത്യത്തെ അറിയലേ തന്നെ അല്ല ഇവിടെ അറിയുക എന്ന് പറയുന്നത്. അനുഭവത്തിലൂടെ അറിയുക, ധ്യാനം ചെയ്ത് അറിയുക. അതേപോലെ തന്നെ പസ്സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കണ്ണുകൊണ്ട് കാണുകയല്ല, ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുക. അതിനെയാണ് പസ്സതി എന്ന് പറയുന്നത്. വിപശ്യന ചെയ്ത് അറിയുക. അപ്പോൾ ആനന്ദൻ വീണ്ടും ചോദിച്ചു, ബന്ദേ, ഒരു ഭിക്ഷുവിനെ പഠിച്ച സമുത്പാദ കുശലോ ഭിക്ഷു എന്ന് വിളിക്കാനുള്ള യോഗ്യത ആ ഭിക്ഷുവിന് എങ്ങനെയാണ് വരുന്നത്? അതായത് പഠിച്ച സമുത്പാദം, പ്രതിത്യ സമുത്പാദം എന്ന് പറയുന്ന ആ കാര്യങ്ങളിൽ ഒരു ഭിക്ഷു കുശലൻ എന്ന് പറയണമെങ്കിൽ ആ ഭിക്ഷുവിൻ്റെ യോഗ്യത എന്താണ്? ആനന്ദ, ഒരു ഭിക്ഷു ഇപ്രകാരം പ്രജ്ഞാപൂർവം അറിയുന്നു, ഇമസ്മിം സതി ഇതം ഹോതി, ഇത് ഉണ്ടാകുന്ന സമയത്ത് ഇത് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇമസുപ്പാദ ഇതം ഉപ്പജ്ജതി, ഇത് ഉൽപ്പന്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉൽപ്പന്നമാകുക തന്നെ ചെയ്യും. ഇമസ്മിം അസതി ഇതം നാ ഹോതി, ഇത് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് ഈ ഉൽപ്പന്നം ഉണ്ടാകുകയില്ല. ഇമസ നിരോധ ഇതം നിരുജ്ജതി, ഇത് നിരോധമായി കഴിഞ്ഞാൽ ഇതും നിരോധമായിട്ട് തീരും. അതായത് അവിദ്യാപച്ചയ സംഖാര, അവിദ്യയിൽ നിന്നാണ് സംഖാരമുണ്ടാകുന്നത്. സംഖാരപച്ചയ വിജ്ഞാനം, സംഖാരത്തിൽ നിന്നാണ് വിജ്ഞാനമുണ്ടാകുന്നത്. വിജ്ഞാനപച്ചയ നാമരൂപം, വിജ്ഞാനത്തിൽ നിന്നാണ് നാമരൂപം ഉണ്ടാകുന്നത്. നാമരൂപപച്ചയ സളായതനം, നാമരൂപത്തിൻ്റെ പ്രത്യയത്തിൽ നിന്നാണ് സളായതനം അല്ലെങ്കിൽ 6 ആയതനങ്ങൾ അല്ലെങ്കിൽ വാതിലുകൾ ഉണ്ടാകുന്നത്. സളായതന പച്ചയ ഫസ്, ഈ 6 വാതിലുകൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്പർശം ഉണ്ടാകുന്നു. ഫസ്സ പച്ചയ വേദന, സ്പർശത്താൽ വേദന അനുഭവം ഉണ്ടാകുന്നു. വേദന പച്ചയ തണഹ, വേദനയിൽ നിന്ന് തൃഷ്ണ ഉണ്ടാകുന്നു. തണഹ പച്ചയ ഉപാദാനം, തൃഷ്ണയിൽ നിന്ന് ഉപാദാനം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കൽ ഉണ്ടാകുന്നു. ഉപാദാന പച്ചയ ഭവൗ, ഉപാദാനത്തിൽ നിന്ന് ഭവം ഉണ്ടാകുന്നു. ഭവപച്ചയ ജാതി, ഭവത്തിൽ നിന്ന് ജന്മം ഉണ്ടാകുന്നു. ജാതിപച്ചയ ജരാമരണം ശോകം പരിദേവം ദുഃഖദോമനസുപായാസ സംഭവന്തി, ആ ജാതിയിൽ നിന്ന് ജര വാർദ്ധക്യം, മരണം, ശോകം, പരിദേവം, ദുഃഖം, ദോമനസം, പ്രയാസം ഇവയെല്ലാം ഉണ്ടാകുന്നു. ഏവമേതസ്സ കേവലസ്സ ദുഃഖകന്ധസ്സ സബുദയോ ഹോതി, ഇപ്രകാരം ദുഃഖസ്കന്ധങ്ങളുടെ ഉദയം ഉണ്ടാകുന്നു.
അവിദ്യായത്തേവ അശേഷ വിരാഗ നിരോധ സംഖാര നിരോധ. അവിദ്യ പരിപൂർണമായിട്ടും ഇല്ലാതാകുന്ന സമയത്ത് സംസ്കാരം നിരോധമാകുന്നു. സംഖാര നിരോധ വിജ്ഞാന നിരോധു. സംസ്കാരം നിരോധമാകുന്ന സമയത്ത് വിജ്ഞാനം നിരോധമാകുന്നു. വിജ്ഞാന നിരോധ നാമരൂപ നിരോധു. വിജ്ഞാനം നിരോധമാകുന്ന സമയത്ത് നാമരൂപം നിരോധമാകുന്നു. നാമരൂപ നിരോധ സളായതന നിരോധു. നാമരൂപം നിരോധമാകുന്ന സമയത്ത് സളായതനം 6 ആയതനങ്ങൾ നിരോധമാകുന്നു. സളായതന നിരോധ ഫസ്സ നിരോധു. 6 ആയതനങ്ങൾ നിരോധമാകുന്ന സമയത്ത് സ്പർശം ഉണ്ടാകുന്നില്ല. ഫസ്സ നിരോധ വേദനാ നിരോധു. സ്പർശം നിരോധമാകുന്ന സമയത്ത് വേദനാ നിരോധമാകുന്നു. വേദനാ നിരോധ തണഹ നിരോധു. വേദനാ നിരോധമാകുന്ന സമയത്ത് തൃഷ്ണ നിരോധമാകുന്നു. തണഹ നിരോധ ഉപാദാന നിരോധു. തൃഷ്ണ നിരോധമാകുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കൽ ഒഴിവാകുന്നു. ഉപാദാന നിരോധ ഭവനിരോധു. ഉപാദാനം നിരോധമാകുന്ന സമയത്ത് ഭവം നിരോധമാകുന്നു. ഭവനിരോധ ജാതി നിരോധു. ഭവം നിരോധമാകുന്ന സമയത്ത് ജന്മം നിരോധമാകുന്നു. ജാതി നിരോധ ജരാമരണം ശോകപരിദേവ ദുഃഖദോമനസ്സുപായാസ നിരുജ്ജന്തി. ജാതി നിരോധമാകുന്ന സമയത്ത് വാർദ്ധക്യം, മരണം, ശോകം, പരിദേവം, ദുഃഖം, തോർമനസം, പ്രയാസം ഇവയെല്ലാം ഇല്ലാതാകുന്നു. ഏവമേതസ്സ കേവലസ്സ ദുഃഖകന്ധസ്സ നിരോധോ ഹോതി. ഇപ്രകാരം കേവലം ദുഃഖസ്കന്ധങ്ങളുടെ നിരോധം തന്നെ ഉണ്ടാകുന്നു. ഇപ്രകാരമാണ് ആനന്ദ ഒരു ഭിക്ഷു പഠിച്ച സമുത്പാദ കുശലോ ഭിക്ഷു ഇപ്രകാരം പറയുന്നത്. ആ ഭിക്ഷു പഠിച്ച സമുത്പാദത്തിൽ കുശലനായി എന്ന് പറയുന്നത്. ഇക്കാര്യം ഇങ്ങനെ വായനയിലൂടെ മനസ്സിലാക്കിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഈ കാര്യങ്ങളെല്ലാം സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കണം. ധ്യാനം ചെയ്ത് അവിദ്യയിൽ നിന്ന് എങ്ങനെയാണ് സംസ്കാരം ഉണ്ടാകുന്നത്, സംസ്കാരത്തിൽ നിന്ന് എങ്ങനെയാണ് വിജ്ഞാനം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അപ്പോൾ ആനന്ദൻ അടുത്ത ചോദിച്ചു, ബന്ദേ ഒരു ഭിക്ഷു ഠാനഠാന കുശലോ ഭിക്ഷു എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഠാനഠാനം സ്ഥാനം അസ്ഥാനം, അതായത് സംഭവിക്കാവുന്നത് സംഭവിക്കരുതാത്തത് സംഭവിക്കാത്തത്. ഇതിൽ ഒരു ഭിക്ഷു കുശലനായി എന്ന് നമ്മൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതായത് ഒരു കാര്യം സംഭവിക്കും സംഭവിക്കില്ല, ഈ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു ഭിക്ഷു കുശലനാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആനന്ദ ഒരു ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇതാനന്ദ ഭിക്ഷു അഠാനമേതം അനവകാശോ യം ദിഠിസമ്പന്നോ പുഗ്കളോ കഞ്ചി സംഖാരം നിശ്ചതോ ഉപഗച്ഛേയ നേതം ഠാനം വിജ്ജതീതി പജാനാതി. ആനന്ദ ഒരു ഭിക്ഷു ദിഠിസമ്പന്നനായിട്ടുള്ള ഭിക്ഷു, അതായത് നിർവ്വാണം നേടിയിട്ടുള്ള ഒരു ഭിക്ഷു ഒരു സംസ്കാരത്തെയും നിത്യമായിട്ട് കണക്കാക്കുന്നില്ല. അത് അഠാനം, അത് സംഭവ്യമല്ല. അതായത് എല്ലാ തരത്തിലുള്ള സംഖാരവും അനിത്യമാണ് എന്ന് ദൃഷ്ടിസമ്പന്നനായിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു അർഹന്തനായിട്ടുള്ള വ്യക്തി മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു പൊതുജനം, അതായത് സാധാരണ വ്യക്തി ഈ സംസ്കാരത്തെ നിത്യം എന്ന് കരുതാവുന്നതാണ്. അത് ഠാനം, അത് സംഭവ്യമാണ്. ഈ കാര്യം ഒരു ഭിക്ഷു പ്രജ്ഞയാൽ അറിയുന്നു. ഒരു ഭിക്ഷു ഈ കാര്യം പ്രജ്ഞയാൽ അറിയുന്നു. ദൃഷ്ടിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി ഒരു തരത്തിലുള്ള സംഖാരത്തെയും സുഖം എന്ന് കരുതുന്നില്ല. അത് അസംഭവ്യമാണ്. കാരണം അർഹന്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എല്ലാ കാര്യവും ദുഃഖമാണ് എന്ന് മനസ്സിലാവും. എന്നാൽ ഒരു പൊതുജനം, അതായത് ഒരു സാധാരണ ജനം ചില സംഖാരങ്ങളെ സുഖം എന്ന് കരുതുന്നു. ഇത് സംഭവ്യമാണ്. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് രൂപബ്രഹ്മലോകത്തിൻ്റെ അരൂപബ്രഹ്മലോകത്തിൻ്റെ അനുഭവം വരികയാണെങ്കിൽ ഒരു സാധാരണ വ്യക്തി അതിനെ സുഖം എന്ന് കരുതുന്നു. പക്ഷേ ഒരു അർഹന്തൻ ആ അനുഭവത്തെ ഒരിക്കലും സുഖം എന്ന് കരുതുന്നില്ല. അത് ദുഃഖം തന്നെയാണ്. ആസക്തരാകരുത് എന്നാണ് ഒരു അർഹന്തൻ കരുതുന്നത്. ആനന്ദ ഒരു ഭിക്ഷു ഇങ്ങനെ ജ്ഞാനത്താൽ ഈ കാര്യം മനസ്സിലാക്കുന്നു. ദിഠ്ഠിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ധർമ്മത്തെയും സ്വന്തം എന്ന് കരുതുന്നില്ല, അല്ലെങ്കിൽ താൻ എന്ന് കരുതുന്നില്ല. ഇത് അസംഭവ്യമാണ്. എന്നാൽ സാധാരണ വ്യക്തി ചില ധർമ്മങ്ങളെ സ്വന്തം എന്ന് കരുതുന്നു. അനന്ത ഒരു ഭിക്ഷു ഈ കാര്യത്തെ പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു. ദൃഷ്ടിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ അമ്മയെ വധിക്കാൻ സാധിക്കില്ല. അത് തീർത്തും അസ്ഥാനത്താണ്. എന്നാൽ ഒരു സാധാരണ വ്യക്തി തൻ്റെ അമ്മയെ വധിച്ചേക്കാം. അത് സ്ഥാനത്താണ്. ആ കാര്യം സംഭവിക്കാവുന്നതാണ്. ആനന്ദ ഒരു ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു. ദൃഷ്ടിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക്
തൻ്റെ അച്ഛനെയോ അതേപോലെ തന്നെ ഒരു അർഹന്തനെയോ വധിക്കാൻ സാധിക്കില്ല. ഇത് തീർത്തും അസ്ഥാനത്താണ്, സംഭവ്യമല്ല. എന്നാൽ സാധാരണ വ്യക്തിക്ക് തൻ്റെ അച്ഛനെയോ ഒരു അർഹന്തനെയോ വധിക്കാൻ കഴിയും. ഇത് സ്ഥാനമാണ്, സംഭവിക്കാവുന്നതാണ്. ആനന്ദ ഒരു ഭിക്ഷു പ്രജ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ദൃഷ്ടിസമ്പന്നനായിട്ടുള്ള വ്യക്തിക്ക് തഥാഗതനെ മുറിവേൽപ്പിച്ച് രക്തം ഒലിപ്പിക്കാൻ ദ്വേഷപൂർവമായിട്ടുള്ള ചിത്തത്താൽ തഥാഗതനെ മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല. ഇത് അസംഭവ്യമാണ്. എന്നാൽ സാധാരണ ഒരു വ്യക്തിക്ക് ദ്വേഷപൂർണമായിട്ടുള്ള ചിത്തത്താൽ തഥാഗതനെ മുറിവേൽപ്പിച്ച് രക്തമൊഴിപ്പിക്കാൻ സാധിക്കും. ഇത് സംഭവ്യമാണ്. ആനന്ദ ഒരു ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു: ദൃഷ്ടിസമ്പന്നനായിട്ടുള്ള വ്യക്തിക്ക് സംഘത്തിൽ ഒരിക്കലും വിഘടനം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇത് തീർത്തും അസ്ഥാനത്താണ്. അതായത് അർഹന്തനായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും സംഘത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ഇത് തീർത്തും അസ്ഥാനത്താണ്. എന്നാൽ ഒരു പൊതുജനം, ഒരു സാധാരണ വ്യക്തിക്ക് തീർച്ചയായിട്ടും സംഘത്തിൽ വിഘടനം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് തീർത്തും സംഭവ്യമാണ്. ആനന്ദ അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ദൃഷ്ടിസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും മറ്റൊരു ശാസ്താവിനെ അല്ലെങ്കിൽ അധ്യാപകനെ അന്വേഷിച്ച് പോകില്ല, അല്ലെങ്കിൽ സ്വയം മറ്റൊരു അധ്യാപകന് സമർപ്പിക്കില്ല. ഇത് തീർത്തും അസംഭവ്യമാണ്. എന്നാൽ സാധാരണ ഒരു വ്യക്തി ചിലപ്പോൾ മറ്റൊരു ശാസ്താവിനെ അല്ലെങ്കിൽ അധ്യാപകനെ തേടി പോകാം. ഇത് തീർത്തും സംഭവ്യമാണ്. ആനന്ദ ഒരു ഭിക്ഷു ഇങ്ങനെ പ്രജ്ഞയാൽ മനസ്സിലാക്കുന്നു: ഈ ഒരു ലോകധാതുവിൽ ഒരിക്കലും രണ്ട് അർഹന്തരായിട്ടുള്ള സമ്മാസുബുദ്ധന്മാർ ഒരേ സമയത്ത് ഉണ്ടാകില്ല. ഇത് തീർത്തും അസ്ഥാനത്താണ്, അസംഭവ്യമാണ്. എന്നാൽ ഒരു ലോകധാതുവിൽ ഒരു സമയത്ത് ഒരു അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് സംഭവ്യമാണ്. ആനന്ദ ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഒരേ സമയത്ത് ഒരേ ലോകധാതുവിൽ രണ്ട് ചക്രവർത്തിമാർ ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇത് തീർത്തും അസംഭവ്യമാണ്. എന്നാൽ ഒരു ലോകധാതുവിൽ ഒരു സമയത്ത് ഒരു ചക്രവർത്തി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് സംഭവ്യമാണ്. അതായത് ഈ ചക്രവർത്തി എന്ന് പറയുന്നത് ലോകം മുഴുവൻ കീഴടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ രണ്ട് ചക്രവർത്തികമാർ ഒരിക്കലും ഒരേ സമയത്ത് ഉണ്ടാകുകയില്ല. ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന ചക്രവർത്തിമാരെ പറ്റിയല്ല പറയുന്നത്. ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു ചക്രവർത്തിയുണ്ട്, വീൽ ടേണിംഗ് മൊണാർക്ക് എന്ന് പറയും. ആ ഭിക്ഷു ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഒരു സ്ത്രീക്ക് ഒരിക്കലും അർഹന്തനായിട്ടുള്ള ഒരു സമ്മാസംബുദ്ധനായിട്ട് മാറാൻ സാധിക്കില്ല. ഇത് തീർത്തും അസംഭവ്യമാണ്. ഒരു പുരുഷന് മാത്രമേ ഒരു അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധനായിട്ട് മാറാൻ സാധിക്കൂ. ഇത് തീർത്തും സംഭവ്യമാണ്. സ്ത്രീക്ക് ചില ശാരീരിക പരിമിതികളുണ്ട്. അത് കാരണം ഒരു സ്ത്രീക്ക് വനത്തിലും മറ്റും പോയിട്ട് ഘോര തപസ് ചെയ്യാൻ സാധിക്കില്ല. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആനന്ദ അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു ചക്രവർത്തിയാകാൻ സാധിക്കില്ല. ഇത് അസംഭവ്യമാണ്. എന്നാൽ ഒരു പുരുഷന് തീർച്ചയായിട്ടും ഒരു ചക്രവർത്തിയായിട്ട് മാറാൻ സാധിക്കും. ഇത് സംഭവ്യമാണ്. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു സക്ക അല്ലെങ്കിൽ ദേവന്മാരുടെ രാജാവ് അല്ലെങ്കിൽ മാരൻ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ജോലി ചെയ്യാൻ സാധിക്കില്ല. ഇത് തീർത്തും അസംഭവ്യമാണ്. എന്നാൽ ഒരു പുരുഷന് സക്ക, മാര, ബ്രഹ്മ, അതായത് ദേവന്മാരുടെ രാജാവ്, മാരൻ, ബ്രഹ്മൻ ഇവരുടെ ജോലി ചെയ്യാൻ സാധിക്കും. ഇത് സംഭവ്യമാണ്. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ശരീരത്തിൻ്റെ, വാണിയുടെ, മനസ്സിൻ്റെ ദുഷ്കർമ്മത്താൽ ഒരിക്കലും ഇഷ്ടമുള്ള, മനസ്സിന് അനുകൂലമായിട്ടുള്ള, ആഗ്രഹിക്കുന്ന വിഭാഗം അല്ലെങ്കിൽ കർമ്മഫലം ലഭിക്കുകയില്ല. അത് അസ്ഥാനത്താണ്. എന്നാൽ ശരീരം, വാണി, മനസ്സിൻ്റെ ദുഷ്കർമ്മത്താൽ തീർച്ചയായിട്ടും ഇഷ്ടമില്ലാത്ത, ആഗ്രഹിക്കാത്ത, അനുകൂലമല്ലാത്ത വിഭാഗം അല്ലെങ്കിൽ ഫലം മാത്രമേ വരികയുള്ളൂ. ഇത് സംഭവ്യമാണ്. അവർ മനസ്സിലാക്കുന്നു: നല്ല ശരീരം, വാണി, മനസ്സിൻ്റെ കർമ്മത്താൽ ഇഷ്ടമില്ലാത്ത, ആഗ്രഹിക്കാത്ത, അനുകൂലമല്ലാത്ത വിഭാഗം അല്ലെങ്കിൽ ഫലം ഒരിക്കലും വരില്ല. ഇത് അസ്ഥാനത്താണ്, അസംഭവ്യമാണ്. നല്ല ശരീരം, വാണി, മനസ്സിൻ്റെ കർമ്മത്താൽ തീർച്ചയായിട്ടും ഇഷ്ടമുള്ള, ആഗ്രഹിക്കുന്ന, അനുകൂലമായിട്ടുള്ള ഫലം മാത്രമേ വരികയുള്ളൂ. ഇത് സംഭവ്യമാണ്. അവർ മനസ്സിലാക്കുന്നു: ഏതെങ്കിലും ഒരു വ്യക്തി
ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാണുകൊണ്ട് ചീത്ത പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നു, ആ പ്രവൃത്തികൾ കൊണ്ട് മാത്രം ആ വ്യക്തിയുടെ ശരീരം വിടുന്ന സമയത്ത് മരണശേഷം ആ വ്യക്തി നല്ല സ്ഥലത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൽ പോയിട്ട് ജനിക്കും. ഇത് തീർത്തും അസംഭവ്യമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ശരീരം കൊണ്ട്, വാണി കൊണ്ട്, മനസ്സുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് മാത്രം ആ വ്യക്തിയുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം ആ വ്യക്തി അധോലോകത്ത്, നരകലോകത്ത്, ദുർഗതിയിൽ, കഷ്ടമുള്ള സ്ഥലത്ത് ജനിക്കും. ഇത് സംഭവ്യമാണ്. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഏതെങ്കിലും ഒരു വ്യക്തി ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുമൂലം ആ വ്യക്തിയുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ അധോലോകത്ത്, നരകലോകത്ത്, അധോഗതിയിൽ, കഷ്ടമുള്ള ലോകത്ത് ജനിക്കുക തീർത്തും അസംഭവ്യമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ശരീരം കൊണ്ട്, വാണി കൊണ്ട്, മനസ്സുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മരണശേഷം ആ വ്യക്തി നല്ല സ്ഥാനത്ത് അല്ലെങ്കിൽ സ്വർഗലോകത്തായിരിക്കും ജനിക്കുക. ഇത് തീർത്തും സംഭവ്യമാണ്. ആനന്ദ, ഇപ്രകാരമാണ് ഒരു ഭിക്ഷു ഠാന കുശലോ ഭിക്ഷു, അതായത് സ്ഥാനം അല്ലെങ്കിൽ അസ്ഥാനം ഇവയിൽ കുശലനായിട്ടുള്ള ഭിക്ഷുവായിട്ട് തീരുന്നത് എന്ന് പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ആശ്ചര്യം ബന്ദേ, അത്ഭുതം ബന്ദേ. ബന്ദേ, വളരെ ആശ്ചര്യം, വളരെ അത്ഭുതം. ഈ ധർമ്മത്തിൻ്റെ ഉപദേശത്തിന് ഞാൻ എന്ത് പേരാണ് കൊടുക്കേണ്ടത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആനന്ദ, ഈ ധർമ്മ ഉപദേശത്തിന് ഈ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ബഹുധാതുകോ എന്ന പേര് കൊടുക്കാം, ചതുപരിവട്ടോ, ധമ്മദാസോ, അമത ദുന്ദുബി, അനുത്തരോ സംഘാമ വിജയോ, ഇങ്ങനെ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതാണ് ഭഗവാൻ പറഞ്ഞത്. ആയുഷ്മാൻ ആനന്ദൻ ഭഗവാൻ പറഞ്ഞ കാര്യത്തിൽ തൃപ്തനായി, സന്തുഷ്ടനായി. ബഹുധാതുക സൂത്രം നിഠിതം. ഈ സൂത്രവും വളരെ പ്രേരണാദായകമായിട്ടുള്ള സൂത്രമാണ്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.